നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ത്രിപുര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വെന്നിക്കൊടി പാറിച്ചിരിക്കുകയാണ് ഭരണകക്ഷിയായ BJP. 70% സീറ്റുകളിലാണ് BJP എതിരില്ലാതെ വിജയം കൊയ്തിരിക്കുന്നതെന്നാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പരിഷത്ത് ഉൾപ്പെടെ ആകെ 6889 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 4805 സീറ്റുകളിൽ BJP വിജയം നേടിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 1819 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. BJP സ്ഥാനാർത്ഥികൾ 1809 സീറ്റുകളിലും CPIM സ്ഥാനാർത്ഥികൾ 1222 സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ 731 സീറ്റുകളിലും മത്സരിച്ചുവെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി അസിത് കുമാർ ദാസ് വ്യക്തമാക്കി. അതേസമയം BJP സഖ്യകക്ഷിയായ ത്രിപമോദ 138 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. പഞ്ചായത്ത് സമിതിയിൽ തിരഞ്ഞെടുപ്പ് നടന്ന 423 സീറ്റുകളിൽ 235 എണ്ണത്തിൽ, അതായത് ഏകദേശം 55% BJP വിജയം കൈവരിച്ചിരിക്കുകയാണ്. ഇനി 188 സീറ്റുകളിലേക്കാണ് പോളിംഗ് നടക്കാനുള്ളത്. ഇനി നടക്കാനുള്ള തിരഞ്ഞെടുപ്പിൽ BJP 188 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. CPM-ഉം കോൺഗ്രസും യഥാക്രമം 148, 98 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. ത്രിപമോദ പാർട്ടി 11 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടെന്നും അസിത് കുമാർ ദാസ് വ്യക്തമാക്കി. അതേസമയം ജില്ലാ പരിഷത്ത് തിരഞ്ഞെടുപ്പിൽ 116 സീറ്റുകളിൽ 20 എണ്ണത്തിലും ഏകദേശം 17% BJP എതിരില്ലാതെ വിജയിച്ചു. കൂടാതെ അടുത്ത ജില്ലാ പരിഷത്ത് തിരഞ്ഞെടുപ്പിൽ 96 സീറ്റുകളിലും BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുകയാണ്. CPIM, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ യഥാക്രമം 81, 76 സീറ്റുകളിലുമായി മത്സര രംഗത്തുമുണ്ട്. തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂലൈ 22 ആയിരുന്നു. ഇതിന്റെ വോട്ടെടുപ്പ് ആഗസ്റ്റ് 8-നും വോട്ടെണ്ണൽ ഓഗസ്റ്റ് 12-നുമാണ് നടക്കുക. എന്തായാലും പ്രതിപക്ഷം എന്തൊക്കെ കള്ളപ്രചാരണങ്ങൾ നടത്തിയാലും ജനങ്ങൾ BJPയെ വിശ്വസിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ പുറത്തുവരുന്ന റിപ്പോർട്ട്. കാരണം പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം ഒരുമിച്ച് കിടഞ്ഞ് പരിശ്രമിച്ചിട്ടും BJPയെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താഴെ ഇറക്കാൻ സാധിച്ചിരുന്നില്ല. പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം കൂടി നേടിയ സീറ്റുകൾ BJPക്ക് ഒറ്റയ്ക്ക് നേടിയതിനേക്കാൾ കുറവാണ് എന്നതാണ് സത്യം. എന്നാൽ കാണിക്കുന്ന അഹങ്കാരം കണ്ടാലോ അവരാണ് ജയിച്ചതെന്ന് തോന്നിപ്പോകും. എന്തായാലും ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ആരാണ് തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നും ആരാണ് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്നതെന്നും ജനങ്ങൾക്ക് നന്നായി അറിയാം. അതുതന്നെയാണ് ത്രിപുര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും തെളിയിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.